ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ എന്ന് പറയുന്നതല്ല, ഞങ്ങളുടെ എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാനും എൻ്റെ ചെടികളും കിളികളും പൂക്കളും മരങ്ങളും എൻ്റെ കുടുംബവും ഒക്കെ ചേർന്നുള്ള ഞങ്ങളുടെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണിത്. അപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. തുടക്കക്കാരി എന്ന നിലയിൽ ചില പരിമിതികളൊക്കെ ഉണ്ടാവാം, നിങ്ങൾ ക്ഷമിക്കണം. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റായ പ്ലേസാണ്, എൻ്റെ വീടും എൻ്റെ ചെടികളും. ചെടികളോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും വളരെ ലേറ്റായിട്ടാണ് ഞാൻ എൻ്റെ ചെടി പരിപാലനമൊക്കെ തുടങ്ങിയത്. ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. ഇത് ഈ മഴക്കാലത്തിന് ശേഷം ഉണ്ടാക്കിയ ചെടികളാണ്. ഒരു കൗതുകത്തിന് ഞാൻ വെറുതെ കഴിഞ്ഞ ദിവസം എണ്ണി നോക്കിയപ്പോൾ ഏകദേശം 100ഓളം ചെടിച്ചട്ടികളുണ്ട്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ഇത്രയും ചെടിച്ചട്ടികളൊക്കെ വാങ്ങി ചെടികൾ വെച്ചോ എന്ന്. എനിക്ക് കൂടുതലും ഇലച്ചെടികളോടാണ് ഇഷ്ടം. അതായത് പലതരത്തിലുള്ള കളർ ഇലകൾ എപ്പോഴും ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കണം, അതാണ് എനിക്കിഷ്ടം. ഈ പൂക്കൾ ഉണ്ടാകുന്നത് പുഷ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ശുഷ്കിച്ച് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. എപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് പൂന്തോട്ടം നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ കളർ ഇലകളും ഇലച്ചെടികളുമാണ് ഞാൻ പൂന്തോട്ടത്തിൽ കൂടുതലും നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും ഒരുപാട് കാലമായതിൽ ഒരു 6 മാസത്തെ ഒരു പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇത്രയും ചെടികൾ. അപ്പോൾ ഇവയുടെ വിശേഷങ്ങളും അതേപോലെ കുറച്ച് കിളികളും, പ്രകൃതി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. പ്രകൃതിയെപ്പോലെ തന്നെ എൻ്റെ കുടുംബവും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾ ഞാൻ. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. കുറച്ച് പൂക്കളുടെയും ചെടികളുടെയൊക്കെ വീഡിയോകൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം കൂടുതൽ വീഡിയോകൾ ഇടേണ്ടതെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരു ചാനലിനപ്പുറം മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യം കൂടിയാണിത്, ഗാർഡനിങ് എന്ന് പറയുന്നത്. യൂട്യൂബ് സക്സസ് ആയില്ലെങ്കിലും ഗാർഡനിങ്ങിലൂടെ എനിക്കൊരുപാട് സന്തോഷം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു റിലാക്സേഷൻ വേണ്ടിയിട്ടാണ് ശരിക്കും തുടങ്ങിയത്. പിന്നെ എന്തോ അതൊരു ഹരമായി മാറി. മുന്നേ ഇഷ്ടമായിരുന്നെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണത് ഇങ്ങനെ പെൻഡിങ്ങിലാക്കി വെച്ചത്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഒന്നിച്ചറിയാം അല്ലേ? നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.